ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ചേമ്പപ്പം. ചേമ്പപ്പത്തിൻ്റെ ആകൃതിയിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പലഹാരത്തിന് ചേമ്പപ്പം എന്ന് പേര് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉടച്ചൊഴിക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുന്നതനുസരിച്ച് ഈ ചേമ്പപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. മധുരം ഇഷ്ടമുള്ളവർക്ക് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര മെൽറ്റാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാം. 1/4 അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുട്ട നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുട്ടയും അരിപ്പൊടിയും എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ആഡ് ചെയ്യുന്നതിന് മുൻപായി നമുക്കിതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നാളികേരപ്പാൽ എടുത്തു മാറ്റാം. എന്നിട്ട് വേണം നമ്മൾ ഈ ബൗളിലേക്ക് നാളികേരപ്പാൽ ആഡ് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ചേമ്പപ്പം പാകം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ചേമ്പപ്പം റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് മാവ് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചേമ്പപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ചേമ്പപ്പം കിട്ടണമെങ്കിൽ നമ്മൾ മാവൊന്ന് ഇടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ചേമ്പപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ.
ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മൈദപ്പൊടിയും ഒരല്പം ബേക്കിംഗ് സോഡയും കൂട്ടി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ കഴിയും. പിന്നെ ചെറിയവർക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പലഹാരം ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. മിക്ക വീടുകളിലും അരിപ്പൊടിയും നാളികേരവും മുട്ടയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പറയാതെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയായ പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു ക്രാഫ്റ്റും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.